ഹായ്, ഹാപ്പി പൈ ഡേ. ഒരു പക്ഷേ മാത്തമാറ്റിക്സിലെ ഏറ്റവും ഫേമസ് ആയ നമ്പർ പൈ ആയിരിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പൈ എന്താണെന്ന് അറിയാതിരിക്കാനും വഴിയില്ല. എന്നാലും നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഒരു പോയിന്റിൽ നിന്നും തുല്യ അകലത്തിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷനാണ് സർക്കിൾ. ഈ സർക്കിളിന്റെ പെരിമീറ്റർ പി ആണെന്ന് കരുതുക. സർക്കിളിന്റെ റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ ഡി. ഈ പെരിമീറ്ററിന്റെയും ഡയമീറ്ററിന്റെയും റേഷ്യോ ആണ് പൈ. പൈയുടെ ഏകദേശ വാല്യൂ 3.14 ആണ്. ഇന്ന് 3-ാം മാസം 14-ാം തീയതിയാണ് പൈയുടെ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ആദ്യ 2 ഡിജിറ്റ്സ് ആണ് 1ഉം 4ഉം. അതിനുശേഷം 1, 5, 9, 2, 6, 5, 3 അങ്ങനെ അനന്തമായി പോകുന്നു പൈയുടെ ഡിജിറ്റ്സ്. ഇനി നമുക്ക് അൺറിലേറ്റഡ് എന്ന് തോന്നുന്ന ഒരു സീരീസ് നോക്കാം. ആദ്യം നമ്മൾ 1 എടുക്കുന്നു, അതിൽ നിന്നും 1/3 കുറയ്ക്കുന്നു, അതിനോട് 1/5 കൂട്ടുന്നു, അതിൽ നിന്നും 1/7 കുറയ്ക്കുന്നു, അതിനോട് 1/9 കൂട്ടുന്നു, ആൻഡ് ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയി കണ്ടിന്യൂ ചെയ്യുന്നു. എന്താണ് ഇതിന്റെ റെലവൻസ്? സർപ്രൈസിംഗ്ലി ഇങ്ങനെ അനന്തമായി ചെയ്താൽ കിട്ടുന്ന വാല്യൂ എക്സാക്ട്ലി 5/4 ആണ്. ഈ സീരീസ് ഇപ്പോൾ അറിയപ്പെടുന്നത് Madhava-Gregory-Leibnitz സീരീസ് എന്നാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് സം മാത്ത്. ആദ്യം കുറച്ച് ചരിത്രമാവാം. 17-ാം നൂറ്റാണ്ടിൽ കാൽക്കുലസിന്റെ പിതാവായി അറിയപ്പെടുന്ന ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ഗോട്ട്ഫ്രീഡ് ലൈബ്നിറ്റ്സും സ്കോട്ടിഷ് അസ്ട്രോണമറായ ജെയിംസ് ഗ്രിഗറിയും ഇൻഡിപെൻഡന്റ് ആയി 2 വിവിധ മെത്തേഡുകൾ യൂസ് ചെയ്ത് ഈ സീരീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനും ഏതാണ്ട് 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ജീവിച്ചിരുന്ന സങ്കമഗ്രമ മാധവൻ എന്ന മാത്തമാറ്റീഷ്യൻ ഈ സീരീസ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളിൽ പലരും ഈ പേര് കേട്ടിട്ടുണ്ടാവാൻ തന്നെ വഴിയില്ല. 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്നൊരു മിനി യൂണിവേഴ്സിറ്റി നിലനിന്നിരുന്നു. ഏതാണ്ട് 200 കൊല്ലം നിലനിന്നിരുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആയിരുന്നു മാധവ. അദ്ദേഹം ഒരു ആസ്ട്രോണമർ കൂടിയായിരുന്നു. ചന്ദ്രന്റെ പൊസിഷൻസ് 36 മിനിറ്റിന് 1 സെക്കൻഡ് എന്ന ഇൽക്രസിയിൽ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. മാധവിയുടെ സ്റ്റുഡന്റായ ജസ്തദേവൻ 1530 എഴുതിയ യുക്തിഭാഷ എന്ന ബുക്കിൽ നിന്നുമാണ് മാധവിയുടെ ഇൻജീനിയസ് മെത്തേഡ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും മലയാളത്തിൽ എഴുതിയ മാത്ത് ടെക്സ്റ്റ് ബുക്കാണ് യുക്തിഭാഷ. അന്നത്തെ കാലത്തുണ്ടായിരുന്ന മറ്റു ഇന്ത്യൻ മാത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും വ്യത്യസ്തമായി യുക്തിഭാഷയിൽ എല്ലാ സിദ്ധാന്തങ്ങളുടെയും പ്രൂഫ് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അതിലൊന്ന് പൈയുടെ സീരീസിന്റെ ഡെറിവേഷൻ ആണ്. ഈ പ്രൂഫ് മോഡേൺ മാത്തമാറ്റിക്സിലെ നൊട്ടേഷൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. IISR കൊൽക്കത്തയിലെ പ്രൊഫസറായ ഡോക്ടർ അനന്തദാസ് ഗുപ്തയുടെ ലെക്ചേഴ്സിൽ നിന്നുമാണ് ഞങ്ങൾ ഈ പ്രൂഫ് കടമെടുത്തിരിക്കുന്നത്. ബട്ട് ആദ്യം നമുക്ക് സിമിലർ ട്രയാങ്കിൾസിനെ പറ്റിയുള്ള നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കാം. 2 ട്രയാങ്കിൾസ് എടുക്കുക, ABCയും PQRും. ഇവിടെ ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്, ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആണ്, ആംഗിൾ സിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. ഇങ്ങനെ എല്ലാ ആംഗിൾസും ഈക്വലായ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്നാണ് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യാൻ ഒരു ടിൽഡെ സിമ്പിൾ ട്രയാങ്കിൾസിന്റെ ഇടയിൽ ഇടും. ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിന്റെ ആകെത്തുക എപ്പോഴും 180 ഡിഗ്രീസ് ആയതുകൊണ്ട് ഈ 3 ഈക്വാലിറ്റികളിൽ ഏതെങ്കിലും 2 എണ്ണം ശരിയാണെങ്കിൽ മൂന്നാമത്തേത് ഓട്ടോമാറ്റിക് ആയി ശരിയാകും. സിമിലർ ട്രയാങ്കിൾസിന്റെ നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടിയാണ് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റിലുള്ള സൈഡുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും എന്നത്. അതായത് എക്കും പിക്കും ഓപ്പോസിറ്റുള്ള BCയുടെയും QRന്റെയും റേഷ്യോ, ബിക്കും ആറിനും ഓപ്പോസിറ്റുള്ള ACയുടെയും QPയുടെയും റേഷ്യോ, സിക്കും ക്യൂവിനും ഓപ്പോസിറ്റുള്ള ABയുടെയും PRന്റെയും റേഷ്യോ എന്നിവ ഈക്വൽ ആണ്. മെയിൻ പ്രൂഫിലേക്ക് കടക്കുന്നതിന് മുമ്പായി മാധവിയുടെ 2 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് നോക്കാം. രണ്ടും മോഡേൺ മാത്തിലെ നൊട്ടേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്സർവേഷൻ 1, 1/1 + x എടുക്കുക. ഇതിന്റെ ന്യൂമറേറ്ററിനെ നമുക്ക് 1 + x - x എന്നാക്കാം. ഇനി താഴെയുള്ള 1 + xനെ മുകളിലെ 1 + xനും -xനുമായി വീതിച്ചു കൊടുത്താൽ നമുക്ക് 1 - x ടൈംസ് 1/1 + x എന്ന് കിട്ടും. ഇനി റൈറ്റ് സൈഡിലെ ബ്രാക്കറ്റിലുള്ള 1/1 + xന് പകരം റൈറ്റ് സൈഡ് മൊത്തമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ വീണ്ടും റൈറ്റ് സൈഡിലെ അവസാന ബ്രാക്കറ്റിലുള്ളത് 1/1 + x തന്നെ. അതിനെയും 1 - x × 1/1 + x ആക്കാം. ആസ് യു ക്യാൻ സീ, ഈ പ്രോസസ്സിനെ ഇൻഫൈനൈറ്റ് തവണ ആവർത്തിക്കാൻ സാധിക്കും. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത ശേഷം ബ്രാക്കറ്റിന് പുറത്തുള്ള എക്സിനെ എല്ലാം ബ്രാക്കറ്റിനകത്തേക്ക് എടുക്കാം. സോ ദെൻ വി വിൽ എൻഡ് അപ്പ് വിത്ത് ദിസ് 1 - x + x² - x⁻³ അങ്ങനെ. ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ, ഈ സം നോക്കുക. ഇതിന് ഷോർട്ടായി എഴുതാൻ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ആണ് ഇത്. ഫ്ലിപ്പ് ചെയ്താൽ 3 പോലെയുള്ള സിമ്പലാണ് സിഗ്മ. സിഗ്മ സ്റ്റാൻഡ്സ് ഫോർ സം. R എന്ന വേരിയബിളിനും 1 മുതൽ n വരെയുള്ള വാല്യൂസ് ഓരോന്നായി കൊടുക്കുകയും അവയെല്ലാം കൂടി കൂട്ടുകയും ചെയ്യുന്നു എന്നാണ് ഈ നൊട്ടേഷന്റെ അർത്ഥം. +2 വരെ മാത്സ് പഠിച്ചവർക്ക് അറിയാമായിരിക്കും ഈ സമ്മിന്റെ റിസൾട്ട് n × n+1/2 എന്നാണ്. അറിയാത്തവർക്കായി ഈ ഫോർമുലയുടെ വിഷ്വൽ പ്രൂഫ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇൻട്രസ്റ്റ് n-ന്റെ വാല്യൂ വളരെ വലുതാവുമ്പോൾ ഈ സമ്മിന് എന്ത് സംഭവിക്കും എന്നറിയാനാണ്. ഒരു കടലിലേക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നതുപോലെ n വളരെ വലുതാണെങ്കിൽ n+1 ഏതാണ്ട് n പോലെ തന്നെ ആയിരിക്കും. സോ ഫോർ ലാർജ് n താഴെയുള്ള 2 അതേപോലെ തന്നെ ഇരിക്കും. മുകളിൽ n ടൈംസ് n ആവും, അതായത് n⁻²/2. ഇനി ഈ സീരീസ് നോക്കുക. ചെറിയ നൊട്ടേഷനിൽ സിഗ്മ ഫ്രം r = 1 to n r², അതായത് rന് 1 മുതൽ n വരെ വാല്യൂസ് കൊടുത്ത് rനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നു എന്നർത്ഥം. ഇതും നമ്മൾ +2ൽ കണ്ടതാണ്. ഇതിന്റെ റിസൾട്ടാണ് n × n+1
into 2n plus 1 by 6. ഇവിടെ n വളരെ വലുതാക്കിയാൽ r അതേപോലെ നിൽക്കും. മുകളിൽ n times 2n ആവും. അതായത് n raised to 3 by 3. ഇനി ഈ സീരീസ് നോക്കാം. സിഗ്മ ഫ്രം r equal to 1 to n r raised to p. മുന്നത്തെ എക്സാമ്പിളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉപയോഗിച്ച് n വളരെ വലുതാകുമ്പോഴുള്ള റിസൾട്ട് നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർ ലാർജ് n ഇതിന്റെ വാല്യൂ n raised to p+1 by p+1 ആകും. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇന്റഗ്രേഷന്റെ ഒരു മണം അടിക്കുന്നുണ്ടാവും. ആൻഡ് ദാറ്റ്സ് നോട്ട് എ കോയിൻസിഡൻസ്. ഇനി നമുക്ക് മാധവയുടെ പ്രൂഫിലേക്ക് കടക്കാം. OABC എന്ന ഈ സ്ക്വയർ കൺസിഡർ ചെയ്യുക. ഇതിൽ ഒരു സൈഡിന്റെ നീളം ഒരു യൂണിറ്റ് ആണ്. O സെന്ററാക്കി വെച്ചുകൊണ്ട് ഒരു ആർക്ക് ഈ ചതുരത്തിനുള്ളിൽ വരയ്ക്കണം. ഈ ആർക്കിന്റെ നീളം കണ്ടെത്തുക എന്നതാണ് നമ്മളുടെ ടാസ്ക്. അതിനായി മാധവ AB എന്ന സൈഡിനെ n ഈക്വൽ ഭാഗങ്ങളാക്കി. എയിലുള്ള പോയിന്റിനെ P0 എന്നും ബിയിലുള്ള പോയിന്റിനെ Pn എന്നും വിളിക്കാം. ഫോർ എക്സാമ്പിളിനായി n ഈക്വൽ ടു 2 എടുക്കാം. അപ്പോൾ 3 പോയിന്റ്സ് ആണ് ഉണ്ടാവുക. P0, P1, P2 രണ്ട് അടുത്തടുത്തുള്ള ഡോട്ട്സിന്റെ നീളം ഡെൽറ്റ ഈക്വൽ ടു 1/2. ഇനി n ഈക്വൽ ടു 3 ആണെങ്കിലോ ഇപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 1/3 ആണ്. ഇൻ ജനറൽ n പാർട്സ് ആക്കിയാൽ ഏതെങ്കിലും അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ്സിന്റെ ഇടയിലെ അകലം 1/n ആയിരിക്കും. അഥവാ n ഡെൽറ്റ ഈക്വൽ ടു 1. ഇത് നമുക്ക് ഓർത്തു വയ്ക്കാം. ഇനി ഏതെങ്കിലും അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ്സ് എടുക്കാം. പൊസിഷൻ നമ്പർ r-ലും r-1-ലും ഉള്ളവ. r ഒരു ഡമ്മി വേരിയബിൾ ആണ്. r-ന്റെ വാല്യൂ 0 മുതൽ n വരെ ഏത് വേണമെങ്കിലും ആകാം. ഇനി o-യിൽ നിന്നും pr-ലേക്കും PR-1ലേക്കും ഓരോ ലൈൻസ് വരയ്ക്കാം. ഈ ലൈൻസ് ആർക്കിനെ പോയിന്റ് ഇയിലും പോയിന്റ് ജിയിലും ഇന്റർസെക്ട് ചെയ്യുന്നു. ഇനി ലൈൻ OPR-ന് പെർപെൻഡിക്കുലർ ആയ ഒരു ലൈൻ PR-1ലേക്ക് വരയ്ക്കാം. അത് ലൈൻ OPR-നെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് D. ഇതേപോലെ OPR-ന് പെർപെൻഡിക്കുലർ ആയ ഒരു ലൈൻ ഇയിലേക്കും വരയ്ക്കാം. അത് OPR-നെ ഇന്റർസെക്ട് ചെയ്യുന്നത് F-ലാണ്. F-ഉം G-യും സെയിം പോയിന്റ് ആണോ എന്ന സംശയം നമുക്കുണ്ടാവും. പക്ഷെ അവ സെയിം അല്ല, വളരെ അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ്സ് ആണ്. ലൈൻ EF ആർക്ക് EG-യെ ഏതാണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ OEF ആൻഡ് ട്രയാങ്കിൾ ODPR-1. ഈ ട്രയാങ്കിൾസിൽ ആംഗിൾ O കോമൺ ആണ്. അതേപോലെ ആംഗിൾ F-ഉം ആംഗിൾ D-യും ബൈ കൺസ്ട്രക്ഷൻ 90 ഡിഗ്രീസ് ആണ്. ഇതിനർത്ഥം ട്രയാങ്കിൾ OEF-ഉം ട്രയാങ്കിൾ ODPR-1-ഉം സിമിലർ ആണെന്നാണ്. സോ ആംഗിൾ ഓക്ക് ഓപ്പോസിറ്റുള്ള EF PR-1D എന്നിവയെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള OPR-1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ സെയിം ആണ്. OE സർക്കിളിന്റെ റേഡിയസ് ആയതുകൊണ്ട് OE is equal to 1. സോ EF equals to PR-1D divided by OPR-1. EF-നെ കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള ക്വാണ്ടിറ്റീസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വേറെ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കൂടി എടുക്കുന്നു. ട്രയാങ്കിൾ PR-1 PRD ആൻഡ് ട്രയാങ്കിൾ OAPR. ഇവിടെ ആംഗിൾ PR കോമൺ ആണ്. അതേപോലെ ആംഗിൾ Aയും Dയും 90 ഡിഗ്രീസ് ആണ്. സോ ട്രയാങ്കിൾ PR-1 PRDയും OAPR-ഉം സിമിലർ ആണ്. നേരത്തെ ചെയ്തതുപോലെ റേഷ്യോസ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് PR-1D by OA equals PR-1 PR by OPR എന്നാണ്. OA 1 ആണ്. So we get PR-1D equals PR-1 PR by OPR. ഈ രണ്ട് ഇക്വേഷൻസിൽ മുകളിലത്തേതിലെ PR-1Dക്ക് പകരം PR-1 PR by OPR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് EF equal to PR-1 PR by OPR-1 times OPR ആണ്. നേരത്തെ കണ്ടതുപോലെ ഇത് ആർക്ക് EGക്ക് ഏതാണ്ട് ഈക്വൽ ആണ്. ഇതെങ്ങനെ എക്സാക്ട്ലി ഈക്വൽ ആകാൻ പറ്റും? അതിനായി n-ന്റെ എണ്ണം കൂട്ടണം. അപ്പോൾ AB-യിലെ പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കുറയും. ഇനി ഏതെങ്കിലും അടുത്തടുത്ത രണ്ട് പോയിന്റ്സിലേക്ക് ഓയിൽ നിന്ന് ലൈൻസ് വരച്ചാൽ ലൈൻസിനിടയിലെ പെർപെൻഡിക്കുലർ യെല്ലോ ലൈൻ ആർക്കിനെ ബെറ്റർ ആയി അപ്രോക്സിമേറ്റ് ചെയ്യും. ഒന്ന് സൂം ചെയ്താൽ ഇത് നമുക്കറിയാം. അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലെ നീളം PR-1 PR ഡെൽറ്റ ആണ്. അതുപോലെ പോയിന്റ്സിന്റെ എണ്ണം നന്നായി കൂട്ടിയാൽ ലൈൻ OPR-ഉം ലൈൻ OPR-1 ഏതാണ്ട് ഒരേ നീളമായിരിക്കും. ഇത് നമ്മൾ ആർക്ക് EG-യുടെ ഇക്വേഷനിൽ ഇട്ടാൽ മുകളിൽ ഡെൽറ്റ ആവും, താഴെ OPR സ്ക്വയർ ആവും. പൈതഗോറസ് തിയറം പ്രകാരം OPR-ന്റെ സ്ക്വയർ OA സ്ക്വയർ പ്ലസ് APR സ്ക്വയർ ആണ്. OA equal to 1 ആയതുകൊണ്ട് ഇത് സിംപ്ലിഫൈ ആയി 1 പ്ലസ് AP സ്ക്വയർ എന്നാവും. എയിൽ നിന്ന് PR-ലേക്ക് R ഇന്റർവെല്ലുകളാണ് ഉള്ളത്. അതുകൊണ്ട് APR-ന്റെ വാല്യൂ R ഡെൽറ്റ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ വീണ്ടും സിംപ്ലിഫൈ ആയി 1 പ്ലസ് R സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ എന്നാവുന്നു. ഈ ചെറിയ ആർക്സ് എല്ലാം R equal to 1 മുതൽ R equal to n വരെ കൂട്ടിയാൽ നമുക്ക് RKC-യുടെ പകുതി കിട്ടും. അതായത് ഇപ്പോൾ കിട്ടിയ ആർക്ക് സെഗ്മെന്റിന്റെ നീളമായ ഡെൽറ്റ ബൈ 1 പ്ലസ് R സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ എടുത്ത് അതിനെ R equal to 1 മുതൽ n വരെ ആഡ് ചെയ്ത് n-ന്റെ വാല്യൂ പരമാവധി ലാർജ് ആക്കിയാൽ നമുക്ക് കിട്ടുന്നത് RKC-യുടെ പകുതിയാണ്. റേഡിയസ് 1 ആണെങ്കിൽ പെരിമീറ്റർ 2π ആണല്ലോ. RKC-യുടെ നീളം അതിന്റെ 4/1, അതായത് 2π/4. അപ്പോൾ യെല്ലോ ആർക്കിന്റെ നീളം π/4 ആണ്. റൈറ്റ് സൈഡിൽ മുകളിലുള്ള ഡെൽറ്റയ്ക്ക് സമ്മേഷനുമായി ബന്ധമില്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് പുറത്തേക്ക് എടുത്തെഴുതാം. ഇനി 1/1 പ്ലസ് R സ്ക്വയർ ഡെൽറ്റ സ്ക്വയറിനെ
നമുക്ക് മാധവയുടെ ആദ്യത്തെ ഒബ്സർവേഷൻ ഉപയോഗിച്ച് മാറ്റി എഴുതാം. അതായത് 1 - r² δ² + r⁴ δ⁴ അങ്ങനെ. ഇനി നമുക്ക് ആ സം സിമ്പിളിനെയും പുറത്തുള്ള ഡെൽറ്റയെയും ബ്രാക്കറ്റിനകത്തേക്ക് വീതിച്ചു കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് ഡെൽറ്റ ടൈം സം 1 മൈനസ് δ³ ടൈംസ് സം r² പ്ലസ് δ⁵ ടൈംസ് സം r⁴ അങ്ങനെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒബ്സർവേഷൻ അപ്ലൈ ചെയ്യാം. സം 1 becomes n, സം r² becomes n⁵3/3 and so on. ഇതിനൊന്ന് നീറ്റ് ആക്കിയാൽ π/4 = large n delta n minus delta n³ 3 plus delta n⁵5/5 and so on. പക്ഷെ നമ്മൾ ആദ്യം കണ്ടത് ഡെൽറ്റ ടൈംസ് n-ന്റെ വാല്യൂ 1 ആണെന്നാണ്. ആ ചേഞ്ച് നമുക്ക് ഇവിടെ വരുത്തണം. n എന്ന വേരിയബിൾ തന്നെ ഇല്ലാതായ സ്ഥിതിക്ക് ലാർജ് n എന്ന ലിമിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. സോ ഇൻ ഷോർട്ട് വി ഹാവ് π/4 = 1 minus 1/3 plus 1/5 minus 1/7 and so on. The Madhava-Gregory-Leibnitz series. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും എല്ലാ സ്റ്റെപ്സും നമുക്ക് പരിചയമുള്ള മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് തന്നെയാണ്. മോഡേൺ മാത്സിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇത് കാൽക്കുലസിന്റെ ഒരു പ്രിമിറ്റീവ് വേർഷനാണ്. 14ാം നൂറ്റാണ്ടിലെ ഐഡിയാസ് ആണ് ഇവ എന്നത് ഇതിന്റെ മാറ്റുകൂട്ടുന്നു. ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം. കേരളമോ ഇന്ത്യയോ ഒരു ഭയങ്കര സംഭവമാണെന്നോ അല്ലെങ്കിൽ പാസ്റ്റിൽ മോഡേൺ ടെക്നോളജി ഉണ്ടായിരുന്നു എന്നൊന്നുമല്ല നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതൊരു പഴയ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പ്രൂഫാണ്. അല്ലാതെ പുഷ്പക വിമാനത്തെ സ്പേസ് ക്രാഫ്റ്റും ആഴക്കടലിലെ കൂരിരുട്ടിന് ഓഷ്യനോഗ്രഫിയും ആക്കുന്ന വേർഡ് പ്ലേ അല്ല. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സംസ്കാരങ്ങളും അവരുടെ ആവശ്യത്തിനനുസരിച്ച് സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഉപ്പൂപ്പാക്കാരൻ ആനുണ്ടായിരുന്ന മോഡൽ വാദങ്ങളൊക്കെ തികച്ചും ചൈൽഡിഷ് ആണ്. സോ അത്രയും പറഞ്ഞ് നിർത്തുന്നു. ഇനി ഒരു എപ്പിസോഡിലൂടെ കാണുന്നത് വരെ സയൻസ് വരക്കട്ടെ, സയൻസ് മാത്രം വരക്കട്ടെ. Goodbye.